ഇല്ലേ? ആ നെല്ല് കൊയ്തെടുത്താൽ പാടത്ത് കൂട്ടിയിരിക്കുകയാണ് നെല്ല്. അത് സംഭരിക്കാൻ ആരുമില്ല. നാളികേരം ഞാൻ കൊച്ചിനൊന്നും ടെൻഷനാണ് വന്നിക്കല്ലോ, എനിക്ക് ടെൻഷനാണ്. ഞാൻ ആ ശ്രദ്ധ അങ്ങോട്ട് പോകും. അത് ഈ കാഴ്ചയുള്ളതുകൊണ്ട് പിള്ളേരെ ഓടുമ്പോ ഒരു അപ്പൊ എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ്. നെല്ല് സംഭരിക്കാൻ ആളില്ല. നാളികേര സംഭരണം വല്ലതും നടക്കുന്നുണ്ടോ? എല്ലാ കാർഷിക മേഖല തകർന്നു. തീരദേശത്ത് പട്ടിണിയും വറുതിയുമാണ്. മണ്ണെണ്ണയ്ക്ക് സബ്സിഡി ഇല്ല. പട്ടികജാതി കുട്ടികൾക്ക് ഈ ഗ്രാൻസ് കൊടുക്കുന്നില്ല. കുട്ടികൾ പഠിത്തം നിർത്തി വരിക. ആശാ വർക്കർമാര് സമരത്തിലാണ്. അംഗൻവാടി ജീവനക്കാർ സങ്കടത്തിലാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് 19 മാസമായി. 7 ക്ഷേമനിധികൾ തകർന്നു. വിദ്യാഭ്യാസ രംഗത്ത് 9 യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ഇല്ല. 66 കോളേജിൽ പ്രിൻസിപ്പൽ ഇല്ല. എല്ലാ ആരോഗ്യം, വിദ്യാഭ്യാസം, കാർഷികം എല്ലാ രംഗങ്ങളും തകർന്നു. ഇപ്പൊ ഡിസംബർ മാസമായി. ഈ വർഷത്തിലെ 3 ക്വാർട്ടർ കഴിഞ്ഞു അല്ലെ? 9 മാസം കഴിഞ്ഞു. ആകെ ലോക്കൽ ബോഡിയിലേക്കുള്ള ചെലവ് എത്രയാ പൈസ കൊടുത്തേക്കണെന്ന് അറിയോ? 27%. 27% പൈസ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ലിസ്റ്റാണ് ഞാൻ പറഞ്ഞത്. 27%. അപ്പൊ ഫണ്ട് എവിടെ? കഴിഞ്ഞ പ്രാവശ്യം 50% പ്ലാൻ കട്ടാണ്. ലോക്കൽ ബോഡിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്